നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങളെയും ചുറ്റുപാടുകളെയും ഒക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നാവുന്ന ഒരു സംശയമാണ്, എല്ലാം വളരെ തികഞ്ഞതും കുറ്റമറ്റതുമൊക്കെയാണല്ലോ എന്ന്. ജീവൻ രൂപപ്പെട്ടതും മനുഷ്യനിവിടെ അതിജീവിക്കുന്നതുമെല്ലാം തന്നെ നമുക്ക് വേണ്ടി എല്ലാം ആരോ മുൻകൂട്ടി തയ്യാറാക്കി ഉറപ്പിച്ചു വെച്ച രീതിയിലാണ്. മഴയും മരങ്ങളും പുഴയും വായുവും എന്നുവേണ്ട ജീവന് ആവശ്യമായ എല്ലാ പദാർത്ഥങ്ങളും ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ലോകം. നമുക്ക് ശ്വസിക്കുന്നതിന് വേണ്ടി കടലിലുള്ള ആൽഗകളും മരങ്ങളുമൊക്കെ തന്നെ നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് ഓക്സിജനാക്കി മാറ്റി തീർക്കുന്നു. വെള്ളം കിട്ടണമെങ്കിൽ തറ കുഴിച്ചാൽ മതി, അത് വീണ്ടും നിറയ്ക്കാൻ മഴ പെയ്യുന്നു. കുടിക്കാൻ വെള്ളവും ഭുജിക്കാൻ പലതരം കായ്ക്കനികളും ആഹാരമാക്കി തന്നു. സ്വന്തം നിയന്ത്രണത്തിലോ ചിന്തയിലോ അല്ലാതെ തന്നെ അതിൽ നിന്നും ശരീരം ഊർജം കണ്ടെത്തുകയും അത് ദഹിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. പ്രജനനത്തിനു വേണ്ടി ജനിതകമായി തന്നെ ആണിനും പെണ്ണിനും ഇടയിൽ നിർണായകമായ ലൈംഗിക മോഹങ്ങളും അതുവഴി അടുത്ത തലമുറയ്ക്ക് ജനനം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, ഇത് ആര് സംവിധാനിച്ചു എന്ന്. ഇല്ല, എനിക്ക് തീർച്ചയാണ് ഇതിനെല്ലാം പിന്നിലൊരു സംവിധായകൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു യാദൃശ്ചിക സംഭവത്തിനും പ്രപഞ്ചത്തിലെ എണ്ണമറ്റ ഘടകങ്ങളുടെ ഈ തമ്മിലിണക്കവും മൊത്തം ഘടകങ്ങളുടെ സാകല്യത്തിൽ ദൃശ്യമാകുന്ന ഈ ഭംഗിയും സൗന്ദര്യവും ഉളവാക്കാൻ കഴിയില്ല. അവയിൽ സന്തുലനവും പരസ്പര യോജിപ്പും സ്ഥാപിച്ചു. ഓരോ വസ്തുവിനും ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു. ഒരു വസ്തുവിനും ദൈവദത്തമായ അതിൻ്റെ രൂപത്തിലും മികച്ച ഒരു രൂപം സങ്കല്പിക്കാനേ കഴിയില്ല. പലർക്കും യാദൃശ്ചികമായി ഉണ്ടായി എന്ന് പറയാൻ രുചിക്കുന്ന ഒന്നാണ്. കുലുക്കി വീഴ്ത്തുന്ന അക്ഷങ്ങളിലെ എണ്ണം കണക്കാക്കുമ്പോൾ എല്ലാ വട്ടവും 6 തന്നെ വീഴണമെങ്കിൽ ഈ കളിക്ക് പിന്നിലൊരാളുണ്ടെന്ന് ചിന്തിക്കാൻ അപാരമായ മസ്തിഷ്ക ശേഷിയൊക്കെ വേണ്ടതുണ്ടോ? എങ്കിൽ ഇങ്ങനെ ഒരു കളം ഒരുക്കി വെച്ചവൻ്റെ ഉദ്ദേശം എന്താവും? എൻ്റെ ഇനിയുള്ള പ്രയാണം അത് തേടിയാണ്. നിരവധി കാലത്തിൻ്റെ പരിശ്രമമാണിത്. ഈ സന്ദേശം പൂർവികമായ ഏടുകളിൽ പ്രസ്താവിക്കപ്പെട്ടതുമാകുന്നു. എനിക്ക് ഏറ്റവും നീതിയുക്തമായി പെരുമാറാൻ ഞാൻ ഏത് മതഗ്രന്ഥമാണ് പരിശോധിച്ചു തുടങ്ങേണ്ടത്? 220 കോടി പിൻഗാമികളുള്ള ക്രൈസ്തവരുടെ ബൈബിളാണോ ഞാൻ ആദ്യം പരിശോധിച്ചു തുടങ്ങേണ്ടത്? അതോ 1400 വർഷം പിന്നിട്ടിട്ടും ഒരു തിരുത്തലും ആ വചനങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന മുസ്ലിങ്ങളുടെ ഖുർആനാണോ? അതോ നമുക്കറിവുള്ളതിൽ ഏറ്റവും പുരാതന ദൈവവാക്യവും ഏറ്റവും പുരാതന പുസ്തകവുമായ ഹൈന്ദവ വേദങ്ങൾ തന്നെ പരിശോധിക്കണമോ എന്ന്? അത് തന്നെ ആദ്യം പരിശോധിച്ചു തുടങ്ങാം എന്നെനിക്ക് തോന്നി. കാരണം ദൈവം അവതരിപ്പിച്ചു കൊടുത്ത കാലക്രമം അനുസരിച്ചാവട്ടെ അതിൻ്റെ പരിശോധനയും. ഞാൻ ഇവിടെ നീതിയുക്തമല്ലാതെ പ്രവർത്തിക്കുകയില്ല. അല്ലെങ്കിൽ ഞാൻ യാതൊരു മുൻധാരണകളോടുകൂടിയും നിങ്ങളുമായി സംവദിക്കുകയില്ല. വളരെ നിഷ്പക്ഷമായി ചിന്തിക്കാൻ ഞാനിവിടെ ശ്രമിക്കും. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് എന്നെപ്പറ്റിയുള്ള പൂർണ്ണ ജ്ഞാനവും അവനുണ്ടാവണം. അല്ലെങ്കിൽ അവനല്ല എന്നെ സൃഷ്ടിച്ചവൻ. പ്രപഞ്ചം സൃഷ്ടിച്ച അവന് പ്രപഞ്ചത്തെ പറ്റിയുള്ള പൂർണ്ണ ജ്ഞാനവും അവനുണ്ടാവണം. പ്രപഞ്ച തത്വങ്ങളെപ്പറ്റി അറിവുണ്ടാവണം. അല്ലെങ്കിൽ അവനല്ല പ്രപഞ്ച സൃഷ്ടാവ്. പുലരിയെ സൃഷ്ടിച്ച അവന് പുലരി ലോകം മുഴുവനും പരക്കുന്ന ഒരു പ്രതിഭാസമായി പ്രതിപാദിച്ചാൽ അത് ശരിയല്ല. കാരണം ഭൂമി മുഴുവനായും പരക്കുന്ന ഒരു പുലരിയും സാധ്യമല്ല. ഭൂമി ഉരുട്ടി സൃഷ്ടിച്ച അവൻ ഒരിക്കലും അത് പറയരുത്. ഒരു പുറത്ത് പുലരിയെങ്കിൽ മറുപുറത്ത് അസ്തമയമാണ്. ഒരേ സമയം ഭൂമിക്ക് രാത്രിയും പകലും ഒരുപോലെയുണ്ട്. ഏതെങ്കിലും ഒരു ദൈവീക ഗ്രന്ഥം ഞാൻ ആദ്യമായി രാവിനെയും പിന്നീട് പകലിനെയും എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം രചിച്ചത് രാവിനെയും പകലിനെയും സൃഷ്ടിച്ച സൃഷ്ടാവല്ല, ഏതെങ്കിലും ഒരു മനുഷ്യബുദ്ധി മാത്രമാണിത് പറയുന്നത്. ഇതാണ് എൻ്റെ യുക്തി. ഈ യുക്തി കൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടാവുന്ന എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിക്കുന്നത്. ഈ ഒരു യുക്തിയെ എത്ര പേർക്ക് കുറ്റപ്പെടുത്താൻ കഴിയും? എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് തെറ്റുപറ്റുകയോ? ഒരിക്കലുമില്ല. ഇനി എൻ്റെ അന്വേഷണം ലോകത്തിലെ പ്രബല ദൈവീക ഗ്രന്ഥങ്ങളിലേക്കും അതിലെ പിഴവുകളിലേക്കുമാണ്. ഒരു പിഴവുമില്ലാത്ത ഏതെങ്കിലും ഗ്രന്ഥമുണ്ടോ? അങ്ങനെ ഒരു പൗരാണിക ഗ്രന്ഥമുണ്ടെങ്കിൽ അതേതാണ്?